ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അളന്നെടുക്കണം. മുക്കാൽ ഗ്ലാസ് അളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ബൗളിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുക്കാൽ കപ്പ് മുട്ടയുടെ അളവിലേക്ക് 1 ഗ്ലാസ് പാലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ നല്ല പോലെ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശം മുതൽ മുകൾ വശം വരെ നല്ല പോലെ ഓയിലൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരല്പം വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രമൊക്കെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ബാറ്റർ വെള്ളത്തിൽ നിന്നും പൊന്തി നിൽക്കുന്ന രൂപത്തിൽ വേണം സ്റ്റാൻഡ് വെക്കാൻ. വെള്ളത്തിൽ തട്ടുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കരുത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. 15 മിനിറ്റിന് ശേഷം നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ഫോർക്ക് എടുത്തൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ഫോർക്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു കത്തിയൊക്കെ വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. പാലും മുട്ടയും വെച്ച് വായിലിട്ട അലിഞ്ഞു പോകുന്ന ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.